ഹലോ ഗൈസ്, ഞാനും ചേച്ചി SRP സബിത ചേച്ചിയും കൂടി തങ്കിപ്പള്ളി വന്നേക്കണം കേട്ടോ. കുറച്ച് നാളായി തങ്കിപ്പള്ളി വെള്ളിയാഴ്ച വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി തങ്കിപ്പള്ളിലോട്ട് പോന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ സ്റ്റോള് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവിൻ്റെയൊക്കെ രൂപങ്ങളും അതുപോലെ പ്രാർത്ഥനാ പുസ്തകങ്ങളും ചെറിയ കൊന്ത, വെന്തിഞ്ഞ, അതുപോലെ കൈ ചെയിൻ, കീ ചെയിൻ, അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ട ഒരുപാട് വെറൈറ്റീസ് ഓഫ് കൊന്തയൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം വീട്ടിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ പാരിഷ് ഹാൾ. ഇവിടെ വെച്ചാണ് പരിപാടികളൊക്കെ നടത്തുന്നത്. അതുപോലെ കുമ്പസാരം, എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരം ഉള്ളതുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കൊക്കെ ചെയ്തു. കുമ്പസാരിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് താമസിച്ചത് കൊണ്ട് നമ്മൾ പള്ളിയിലകത്ത് കയറിയപ്പോഴത്തേക്കും കുർബാനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കളർ ജബ്ബായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും 9:30 ആകുമ്പോൾ കൊന്ത, 10 മണിയാകുമ്പോൾ കുർബാന, അത് കഴിഞ്ഞിട്ട് കല്ലറ ജപം, ആരാധന, കർണക്കൊന്ത എല്ലാം ഉണ്ടാവും. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരം ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ മാസാദ്യ വെള്ളിയാഴ്ച അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കില്ല. അല്ലെങ്കിൽ നമുക്ക് പള്ളിയുടെ അത് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാകത്തില്ല. അത്രത്തോളം ആളുകളുണ്ടാവും. നമ്മുടെ മുടി വളരുന്ന ഈശോനെ കാണാനായിട്ട് ഒത്തിരി സ്ഥലത്താണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഓരോ തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാരുണ്ടാവും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാം, എപ്പോൾ വേണമെങ്കിലും വന്ന് ഈശോനെ കാണാം. വന്ന് പള്ളിയിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനം നമുക്ക് കിട്ടും. അപ്പോൾ പള്ളിയുടെ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛന്മാർ നമ്മുടെ തലക്കൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കും കേട്ടോ, ലാസ്റ്റ് കുർബാന എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് പോവുകയാണ്. SRP ഇവിടെ കിടന്ന് കുറേ വികൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ കഞ്ഞി വാങ്ങിക്കാനായിട്ട് കഞ്ഞിപ്പല്ലോട്ട് പോവുകയാണ്. അപ്പോൾ സൈഡിൽ നമ്മുടെ പിയാത്തയും അതുപോലെ ഈശോയുടെ വലിയ രൂപമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞി വാങ്ങിച്ചു. നല്ല ചൂട് കഞ്ഞിയും കടലക്കറിയും ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഒരു പള്ളിയിലൊക്കെ കഞ്ഞിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് കഞ്ഞിയും കടലക്കറിയും കൂടി ചിലപ്പോൾ കഴിക്കാനൊന്നും തോന്നത്തില്ല. പക്ഷേ പള്ളിയിലേക്ക് കഞ്ഞിക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കഞ്ഞിയും കടലക്കറിയും കൂടി കഴിച്ച SRP അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ്. SRPക്ക് ഓരോ കുറുമ്പൊക്കെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം. കുറേ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് കഞ്ഞി വേണ്ടായിരുന്നു വെച്ചിട്ട് ഇതാണ് നമ്മുടെ പിയാത്ത കേട്ടോ. അപ്പോൾ ഇത് കഞ്ഞിയും കടലയും കൂടി ഞങ്ങൾ കുഴച്ച് വെച്ചേക്കുവാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അതുകൊണ്ട് കഴിച്ചതേ അറിഞ്ഞതേ ഇല്ല. അപ്പോൾ അതേ ചേച്ചി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചിരിച്ച് കാണിക്കുന്നുണ്ട്. SRP ഇതേ ആ കമ്പിയുടെ ഇടയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ റെഡി ആയിട്ട് ചൂണ്ടി കാണിക്കുകയാണ്, ഞാൻ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. SRP അതിൻ്റെ അകത്തുനിന്ന് വീഴാനുള്ള പരിപാടിയാണ്, ഭാഗ്യത്തിന് വീണില്ല. അങ്ങനെ ഞങ്ങളിതേ കഞ്ഞി കുടിക്കണതേ അറിയണില്ല, തീരണതേ അറിയണില്ല. അങ്ങനെ ഞങ്ങൾ കുടിച്ചോണ്ടിരിക്കുകയാണ് കഞ്ഞി. അപ്പോൾ അത് ചേച്ചിയും ചേച്ചിയുടെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഞ്ഞിയൊക്കെ കുടിച്ച് ഇതേ പാത്രമൊക്കെ കഴുകി, കഞ്ഞിയൊക്കെ കുടിച്ച് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇതേ SRPക്ക് ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ട് SRPക്ക് ഭയങ്കര ജാടയതുകൊണ്ട് ഹായ് ഒന്നും കൊടുത്തില്ല. ലാസ്റ്റ് നമ്മളിതേ പള്ളിയുടെ അകത്ത് കയറി. ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് ആദ്യം നമുക്ക് നേർച്ചയിടാനോ കർത്താനെ കാണാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് കഞ്ഞിയൊക്കെ കുടിച്ച് തിരക്കൊക്കെ മാറിയിട്ട് നമ്മളിതേ കർത്താനെ കണ്ട്. ഇതാണ് നമ്മുടെ മുടി വളരണ കർത്താവ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മാറാത്ത അസുഖങ്ങളില്ല, തീരാത്ത സങ്കടങ്ങളില്ല. അപ്പോൾ കർത്താനെ കടന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ പോലെ ആശ്വാസം കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ തൊട്ടിൽ കിടത്തുന്നൊരു നേർച്ചയും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.